ISROന്റെ എക്സാംസ് ഒക്കെ ഭയങ്കര ടഫ് ആണെന്നും അതേപോലെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണെന്നൊക്കെയാണ് നിങ്ങളിൽ പലർക്കുള്ള ഒരു ധാരണ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ISRO സയന്റിസ്റ്റിന്റെ കട്ട് ഓഫ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫും അതേ കൂടാണ്ട് സിലബസ് എന്താണെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ബെസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അതേ മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് ISROന്റെ എക്സാംസ് ഒക്കെ ഭയങ്കര ടഫ് ആണ്, അതുപോലെ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, അതേപോലെ വേക്കൻസി കുറവാണ്. അത് കൂടാണ്ട് NIT IITസില് IIScയിലൊക്കെ ആൾക്കാർ സ്റ്റുഡൻസ് ഉണ്ടാവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഇതിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മുൻ ISROയുടെ ചെയർമാൻ സോമനാഥൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എല്ലാവരും അറിയില്ല. അതിൽ അദ്ദേഹം സാറ് പറയുന്നുണ്ട്. അതായത് ISRO നമ്മുടെ ഡിഫറെന്റ് IIT NIT അതേപോലെ IIScയിലൊക്കെ ഇന്റർവ്യൂ, അതായത് ക്യാമ്പസ് സെലക്ഷന് ക്യാമ്പസ് പ്ലേസ്മെന്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് പല ഉദ്യോഗാർത്ഥികളും അതിലെന്ത് ISRO ചൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാല് അവിടെ കൊടുക്കുന്ന സാലറി പാക്കേജ് തന്നെയാണ്. കാരണം വെച്ചാൽ ISRO എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് സയന്റിസ്റ്റ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേ സ്കെയിൽ അറിയാം അല്ലെ? 60,000 തൊട്ട് ആ ഒരു പേ സ്കെയിലാണ്. 60,000 ടു 1,30,000 ആ ഒരു രീതിയിലാണ് പേ സ്കെയിൽ ഉള്ളത്. അപ്പം ഇവിടെ എന്നൊക്കെ പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി നല്ലൊരു പാക്കേജ് ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ അവര് ISRO ചൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ സോമനാഥ് സാറിന്റെ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഇന്റർവ്യൂവിന്റെ ലിങ്ക് മറ്റോ കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ വെക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ IIT NIT അതേപോലെ IIScയിലെ സ്റ്റുഡൻസ് ഒന്നും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം സ്വാഭാവികമായിട്ടും എഴുതാൻ വേണ്ടി പോകുന്നില്ല. ഇൻ കേസ് എഴുതുന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അത്രയ്ക്കും എന്താ പറയണ്ടേ, നല്ലൊരു ISRO നല്ലൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു മോട്ടോ ഉള്ളവർ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, എഴുതുന്നുണ്ടാവും. ഈ പാക്കേജ് മാത്രം നോക്കി പോകുന്നവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ISRO മൈൻഡ് ആക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ അവർക്ക് അതിനെക്കാട്ടും ബെറ്റർ പാക്കേജ് അവരുടെ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി കിട്ടുന്നുണ്ടാവും. പിന്നെയുള്ള നമ്മൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് ഓരോ സ്റ്റേറ്റിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരും അത് കൂടാണ്ട് ബാക്കിയുള്ള പ്രൈവറ്റ് ആയിട്ടും ഒക്കെ പഠിക്കുന്നവരൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ ISRO എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, കേരളത്തിലെ ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നത് മാത്രമേ ഉള്ളൂ ISRO സയന്റിസ്റ്റ് എക്സാംസ് ഒക്കെ. കേരളത്തിലെ കുറെ പേർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, കേരളത്തിലെ കുറെ പേർക്ക് സയന്റിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ നിങ്ങൾ എന്ത് ഒന്ന് മനസ്സ് വെച്ച് കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ബേസിക് കൺസെപ്റ്റ് പക്ക ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് എന്ത് ചെയ്യാം, കയറി പറ്റാവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. അപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, ഒരു വേക്കൻസി മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ പറഞ്ഞു, ഈ ISRO നിങ്ങൾക്ക് അറിയാം ഡിഫറെന്റ് സെന്റേഴ്സ് ഉണ്ട് ISROസിന് അല്ലെ? അപ്പൊ ഇത് 2023 നടന്ന CEP എന്ന് പറഞ്ഞ സെന്റേഴ്സിന് വേണ്ടി നടത്തിയ സെന്റേഴ്സിലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്. ബോർഡിന്റെ എക്സാം 2023 നോട്ടിഫിക്കേഷൻ വിളിച്ചതാണ്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, എക്സാമിന് രണ്ട് പാർട്ടുകൾ കൊണ്ടുവന്നത്. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറഞ്ഞാൽ പക്ക കോർ സബ്ജക്റ്റും പാർട്ട് ബി എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളാണ്. ഓക്കെ, അതിന് 20 മാർക്കും കോർ സബ്ജക്ട് എത്ര 80 മാർക്കും. ഇതിന് മുന്നേ 2023 മുന്നേ അവരെന്താ ഒറ്റ ഒരു 100 മാർക്സിന്റെ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അതിലെന്താ പക്ക ടെക്നിക്കൽ കോർ സബ്ജക്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന്റെ കൂടെ എന്താ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും കൂടി ആഡ് ഓൺ ആയിട്ട് ഉണ്ടായിരുന്നു. ഈ 2023 ശേഷം ഇപ്പം വന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ പാർട്ട് എ പാർട്ട് ബി. പാർട്ട് എ എന്ന് പറഞ്ഞ കോർ സബ്ജക്ട്സ് 80 മാർക്ക്, 20 മാർക്ക് പാർട്ട് ബിയും ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന 2023 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2024 എക്സാം കണ്ടിട്ട് എന്റെ ഓർമ്മ. ഓക്കെ. അപ്പം ഇതില് 100 മാർക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 80 ടെക്നിക്കലും 20 ആപ്റ്റിറ്റ്യൂഡും. 20 മാർക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലിന്റെ 3 ക്വസ്റ്റ്യൻസ് അവര് ഇലക്ട്രിക്കലിന്റെ കേസാണ്. 3 ക്വസ്റ്റ്യൻസ് അവർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് 3 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി. അപ്പൊ 77 ടോട്ടൽ 97 മാർക്കിനാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, ഔട്ട് ഓഫ് ടോട്ടൽ മാർക്സ് 97 ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മിനിമം സ്കോർ 50% ആണ് ജനറൽ കാറ്റഗറിക്കും 40% ആണ് റിസർവ്ഡ് കാറ്റഗറി. അതെന്താ മിനിമം സ്കോർ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇൻ കേസ് നിങ്ങൾക്ക് മിനിമം ഇത്രയെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഇന്റർവ്യൂവിന് വേണമെങ്കിലും കൺസിഡർ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 1:5 അല്ലെങ്കിൽ 1:10 റേഷ്യോയിലാണ് അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അപ്പൊ അതിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 50% മാർക്കെങ്കിലും വേണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. കാരണം വെച്ചാല് 77 മാർക്കായിരുന്നു കോറിലുണ്ടായിരുന്നത്, 38 പാർട്ട് ബി ആപ്റ്റിറ്റ്യൂഡില് 10 മാർക്കെങ്കിലും മിനിമം. ഓക്കെ. എന്നാലും മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി കൺസിഡർ ചെയ്യുള്ളൂ. അതായത് രണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്താ 38 10 വേണം. അല്ലാതെ നിങ്ങൾക്ക്
ടോട്ടൽ ഈ ഒരു 50% പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ വേണം. ഇനി അതവിടെ നിൽക്കട്ടെ. ഇതിന്റെ കട്ട് ഓഫ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന്റെ കട്ട് ഓഫ് കണ്ടില്ല. റിട്ടേൺ ടെസ്റ്റ് 7/1/2024 കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ടോട്ടൽ മാർക്ക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ 97 മാർക്കാണ്. അപ്പൊ അതിൽ അൺറിസർവ്ഡ് കട്ട് ഓഫ് വന്നേക്കുന്ന 65.38 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. SCക്ക് 49, STക്ക് ഇല്ല. ST ഞങ്ങൾക്ക് STയുടെ ആ ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. OBCക്ക് 63, EWS 60 മാർക്ക്. ഈ ഒരു രീതിയിലാണ് എന്തൊക്കെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. ഔട്ട് ഓഫ് 97. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തിനാ ഈ ഒരു മാർക്ക് പറയുക? നിങ്ങൾക്ക് പലർക്കും തെറ്റിദ്ധാരണ. ഇപ്പൊ 100 മാർക്കിന്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ 95ഒക്കെയാണ് കട്ട് ഓഫ് എന്നുള്ള കുറെ തെറ്റിദ്ധാരണയുണ്ട് കുറെ പേർക്ക്. ISR എക്സാമിനൊക്കെ വലിയ ടഫാണ്, ഇത്രയുമാണ് കട്ട് ഓഫ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. 65 മാർക്കാണ് കട്ട് ഓഫ് എന്നുള്ളത്. ഇതേപോലെ പല ഇതുമാണ്, നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം, നമുക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ അത്രയേ ഉള്ളൂ മാർക്ക്, അതായത് അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പലരും തെറ്റിദ്ധാരണകൾ. ആ തെറ്റിദ്ധാരണ നിങ്ങൾ ഫസ്റ്റ് മാറ്റാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. 2020 നടന്ന 2020 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 2023 മുന്നേ എന്തെയാ അവിടെ മാത്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇതാ മാത്സ് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് നോക്കാം, വെയിറ്റേജ് നമുക്ക് നോക്കാം. പവർ സിസ്റ്റത്തിന് 6 ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്, ഈസി ആയിരുന്നു. ഇവിടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാണ്ട് അതെന്താ, നമുക്ക് എപ്പോഴും സിലബസ് പറഞ്ഞു കഴിഞ്ഞാലും കേരള ഈ ഒരു ISROന്റെ സിലബസിന്റെ കാര്യത്തിൽ കുറച്ച് ഒരു കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് ഏറ്റവും അവസാനം ഞാൻ പറയാം. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം 1 മാർക്ക്, ഇലക്ട്രിക്കൽ മെഷീൻസിനോ 7 മാർക്ക്, കൺട്രോൾ സിസ്റ്റം 4 മാർക്ക്, സിഗ്നൽസ് സിസ്റ്റം 6 മാർക്ക്, ഡിജിറ്റലി 1 മാർക്ക്, അനലോഗ് 7, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 3 മാർക്ക്, മാത്സ് 7, പവർ ഇലക്ട്രോണിക്സ് 1 മാർക്ക്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി 27, സർക്യൂട്ട്സ് 10. എല്ലാം എന്താ ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതില് ഈ ഒരു മാഗ്നറ്റിക് തിയറി, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി എന്നുള്ളതിന് കുറച്ച് ഒരു വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈസി ടു മോഡറേറ്റ് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് എന്താ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഈ ഫീൽഡ് തരുന്നൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഈസി അല്ലെങ്കിൽ ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ നമുക്കവിടെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി നമുക്കവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പക്ക കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ സംഭവം എന്താ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഇത് 2020 നമ്മൾ മുന്നേ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ബുക്കുകൾ നോക്കാം. ഇത് നിങ്ങൾ വളരെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയുന്ന തന്നെയാണ്. അതായത് കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ നഗരത്തൻ ഗോപാല്, മെഷീൻസ് ആണെങ്കിൽ ബിംബ്ര, അതേപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ AK ഷോണി, സർക്യൂട്ട് ആണെങ്കിൽ ചക്രവർത്തി, പവർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ബിംബ്ര. ഓക്കെ. പിന്നെ പവർ സിസ്റ്റം ആണെങ്കിൽ വാദ്വ അല്ലെ. പിന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഇപ്പം വേണ്ട. പിന്നെ നമ്മളെ സിഗ്നൽസ് ആണെങ്കിൽ ഹമീദിന്റെ പുസ്തകം അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടാവും. അപ്പോ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഈ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനിയിപ്പോ നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മേഡിസിയുടെ ISROയുടെ PYQs അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താ അത് യൂസ് ചെയ്യാം. ഇത്രയോ വർഷത്തെ PYQs ഉണ്ട് ISROയുടെ റിട്ടൺ ബുക്കുകൾ അവിടെ അവൈലബിൾ ആണ്. ഇനി അവിടെ നമുക്ക് സിലബസിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ സിലബസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങളിപ്പോ ISROയുടെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അവരൊരിക്കലും ഡീറ്റെയിൽഡ് സിലബസ് അല്ലെങ്കിൽ സിലബസ് പറയുന്നുണ്ടാവില്ല. ബേസ്ഡ് ഓൺ കോർ സബ്ജക്ട്സ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ കരിക്കുലം എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് എന്താ അവർ അങ്ങനെ സിലബസ് കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം സോറി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ പഠിച്ച കോർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് ബേസിക് തൊട്ട് നിങ്ങൾ പഠിക്കുക.
ബേസിക് കോൺസെപ്റ്റ്സ്, അതേപോലെ സർക്യൂട്ട് ലോ, എ സി ഫണ്ടമെന്റൽസ്, അതിൽ തന്നെ സർക്യൂട്ട്സ് അവിടെ വന്നു. പിന്നെ ബേസിക് ഇലക്ട്രോണിക്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, മെഷീൻസ്, റാഷണൽ കിലോ വാട്ട് മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സിംഗ്ലോസ് മെഷീൻസ്, ഇലക്ട്രിക്കൽ മെഷീൻസ് നമ്മൾ ഡി സി മെഷീൻസ് എല്ലാം ഇവിടെ വന്നു. പിന്നെ സെപ്പറേറ്റ് അത് പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എസ്റ്റിമേഷൻ കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഒന്നും മുന്നേ എന്താ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇതൊക്കെ. ഇത് നമ്മുടെ MEDC വെബ്സൈറ്റിൽ കൊടുത്ത സിലബസ് ആണ്. ഇതല്ലാതെ നിങ്ങൾ അഡ്ഡയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വേറൊരു സിലബസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. അവരെന്താ പക്ക ഗേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഗേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഗേറ്റ് പ്രകാരം എന്താ പറയണ്ടേ, സർക്യൂട്ട് തിയറി, ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. പക്ഷെ നമ്മളിവിടെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എല്ലാം ഇതിൽ പറഞ്ഞു. ഇത് നമ്മളെ MEDC വെബ്സൈറ്റിലുള്ള സയന്റിസ്റ്റിന്റെ സിലബസ് ആണ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ISROയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസോ കാര്യങ്ങളൊന്നും അവര് കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ പക്കായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ കോർ സബ്ജക്ട്സ് ബേസിക് തൊട്ടിട്ട് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഫേസ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. ഇനിയിപ്പോ അടുത്തത് നമ്മൾ ഈ പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ. അപ്പൊ ഇത് എന്താ 2023 നടന്ന എക്സാമിന്റെ നമ്മൾ ആ ഒരു പാർട്ടി എ, പാർട്ട് ബി എന്നൊക്കെ പറഞ്ഞില്ല, ഏരിയ അല്ലെങ്കിൽ ഡിസിപ്ലിൻ സ്പെസിഫിക്, പിന്നെ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ്. ഇതൊക്കെ എന്താ PDF ആയിട്ട് ഞാനൊരു ഡ്രൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അതിൽ എന്താ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഫോം ആയിരിക്കും. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എത്ര പേര് PDF ഡൗൺലോഡ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ ഇതേപോലെ PDF നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിൽ ആ രണ്ട് രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമുക്ക് ആഡ് ആക്കാം. ഓക്കെ. അത് കൂടാണ്ട് ഈ ഒരു ഡ്രൈവ് തന്നെ കൂടുതൽ മെറ്റീരിയൽസും മറ്റോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലാതെ നോക്കാം. അങ്ങനെയാണെങ്കിൽ അതും കൂടി അതിലേക്ക് റെസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് ISRO എക്സാമിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക ഒരു കുറച്ചെങ്കിലും പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതോടുകൂടി മാറി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങളെ സൈഡിൽ മാക്സിമം എഫേർട്ട് എടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ എന്താ ചോദിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.